ഒന്ന് CPM പ്രതിനിധി ഉന്നയിച്ചൊരു കാര്യം, KK ശൈലജ ടീച്ചറിനെതിരെ മോർഫ് ചെയ്ത ചിത്രം പ്രചരിപ്പിച്ചു, മോർഫ് ചെയ്ത വീഡിയോസ് പ്രചരിപ്പിച്ചു. ഈ രണ്ട് കാര്യങ്ങൾ പത്രസമ്മേളനം നടത്തി ടീച്ചർ തന്നെ പറഞ്ഞു. ഈ കാര്യം ഇദ്ദേഹം അഡ്മിറ്റ് ചെയ്തവരെ കാണിക്കുന്ന കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങളും ഞങ്ങൾ നിഷേധിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഇത്തരത്തിലൊരു വീഡിയോയും ഞങ്ങൾ ഇറക്കിയിട്ടില്ല. അത്തരം ഒരു വീഡിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക, പ്രതികളെ കണ്ടുപിടിക്കുക. ടീച്ചറെ ഒരു തരത്തിലും മോശപ്പെടുന്ന രീതിയിലുള്ള തെറ്റായ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഞങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പോലീസിന് കൊടുത്ത് തെളിവുകൾ ഹാജരാക്കി, അല്ലെങ്കിൽ പോലീസ് അന്വേഷിച്ച് പ്രതിയെ പിടിക്കട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താ? അദ്ദേഹം ചോദിക്കുന്നത്, അപ്പോൾ UDFൻ്റെ അണികൾ ടീച്ചറിൻ്റെ വീഡിയോ കണ്ടോ, ടീച്ചറിൻ്റെ ചിത്രം കണ്ടോ എന്ന് ചോദിച്ചില്ലേ എന്നാ. നിങ്ങൾ തന്നെ പത്രസമ്മേളനം നടത്തി മോർഫ് ചെയ്ത ചിത്രവും വീഡിയോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായി ആളുകൾ ചോദിക്കത്തില്ലേ വീഡിയോ എവിടെ? അല്ല, അതിനകത്ത് UDFന്റെ ഉത്തരവാദിത്തപ്പെട്ട പല ചുമതലകൾ വഹിക്കുന്ന ആളുകൾ ചോദിച്ച കമന്റുകൾ, ഇട്ട കമന്റുകൾ ഒട്ടും നിങ്ങൾ ബഹളം വെക്കാതെ ഞാൻ സംസാരിക്കട്ടെ. ഞാൻ താങ്കൾ പറഞ്ഞപ്പോ ഒന്നും സംസാരിച്ചില്ലല്ലോ. സ്വാഭാവികമായി നിങ്ങൾ തന്നെ വീഡിയോ പ്രചരിപ്പിച്ച് നിങ്ങൾ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞ് ടീച്ചറിനെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞു. അത്തരം വീഡിയോസും മോർഫ് ചിത്രങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇത്തരം വീഡിയോസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ അവരെ തെറ്റു പറയാൻ പറ്റുമോ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രശ്നം, ഇത് എന്ന് പറഞ്ഞിട്ട് ഞാനില്ല കമന്റിനെ ഓൺ ചെയ്തു എന്നല്ല, താങ്കൾ തന്നെ പറഞ്ഞതിന്റെ സ്വാഭാവികമായി തോന്നുന്നൊരു ഒരു കോമൺ സെൻസ് ഉള്ള ആർക്കും തോന്നുന്ന ഒരു സംശയം മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. വീഡിയോസ് ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ് പത്രസമ്മേളനം നടത്തി, ചിത്രങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഇത് കാണാത്ത ആളുകൾ സ്വാഭാവികമായി അങ്ങനെ ഉണ്ടെങ്കിൽ എവിടെ, ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്ന് പറയുന്നത് സ്വാഭാവികമല്ലേ? രണ്ടാമത്തെ കാര്യം, ടീച്ചർ പറഞ്ഞു അത്തരം ഒരു വീഡിയോ ഇല്ല എന്ന് രണ്ടാമത് അവർ പത്രസമ്മേളനം നടത്തി പറഞ്ഞു. ടീച്ചർ അത്രയും മാന്യതയെങ്കിലും കാണിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞ എന്താ? അതുണ്ട്. ടീച്ചറിന് അറിയാൻ മേത്തുണ്ടാ? ടീച്ചറല്ലല്ലോ തീരുമാനിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞില്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കൊടുക്കണം. ടീച്ചർ തന്നെ പത്രസമ്മേളനം നടത്തി നിഷേധിച്ചിട്ട് പോലും നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ MV ഗോവിന്ദൻ പത്രസമ്മേളനം നടത്തി തിരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ അവർ കെട്ടിയുയർത്തിയൊരു സ്റ്റോറി പൊളിയുന്നു എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ അത്തരം ഒരു വീഡിയോ ഉണ്ടെന്ന് ഓൺ ചെയ്തു. എങ്കിൽ എവിടെ? അപ്പൊ ഇത്തരം കഥകൾ പ്രചരിപ്പിച്ചതിന്റെ പിന്നിൽ, വടകരയിലെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം കലുഷിതമാക്കിയതിന്റെ പിന്നിൽ നിങ്ങൾ തന്നെയല്ലേ? അതോടൊപ്പം നേരത്തെ പറഞ്ഞ ലീഗ് പ്രവർത്തകന്റെ കാര്യം പറഞ്ഞു. ഞങ്ങൾ ഇപ്പോഴും വെല്ലുവിളിച്ചു പറയുന്നു, നിങ്ങളാണ് എന്നുണ്ടെങ്കിൽ ടീച്ചർ ഇപ്പൊ ചോദിച്ചു, ടീച്ചർ അങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു, ഇതൊരു ഷാഫി പറഞ്ഞില്ല. ഷാഫിക്ക് വിവരം കിട്ടിയപ്പോൾ ഷാഫി അപ്പോൾ തന്നെ നിഷേധിച്ചു. ടീച്ചർ അത് പറഞ്ഞത് സത്യമാണെങ്കിൽ, അങ്ങനെ ഒരു വീഡിയോ യൂത്ത് ലീഗ് പ്രവർത്തകരെ പ്രചരിപ്പിച്ചു എന്ന് ടീച്ചർ പറഞ്ഞ സത്യമാണെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് തെളിയിക്കേ. അയാളുടെ ഫോൺ കൊണ്ട് കൊടുത്തില്ലേ? അയാൾ പരാതി നൽകിയില്ലേ? ഇത്തരം ഒരു കാഫർ പ്രയോഗം നടത്തിയ ആളുകളെ അറസ്റ്റ് ചെയ്യണം. ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം എന്താ? കാരണം നിങ്ങളാണ് അതിന്റെ പിന്നിൽ, നിങ്ങളാണ് അത്തരം വ്യാജ പ്രചരണം നടത്തിയത്. ഞാൻ അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ KS ഹരിഹരൻ മാപ്പ് പറഞ്ഞു, മാപ്പ് പോരെന്നാണ് പറയുന്നത്. ശരി, മാപ്പ് പോരെങ്കിൽ കേസെടുക്കണം. ഇത്തരം പരാമർശങ്ങൾ നടത്തിയ ഏത് CPM നേതാവ് മാപ്പ് പറഞ്ഞിട്ടുണ്ട്? MM മണി മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? വിജയരാഘവൻ മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? വിജയരാഘവനും മണിക്കും വേണ്ടി ഏതെങ്കിലും CPM നേതാക്കന്മാർ ഏതെങ്കിലും കാലഘട്ടത്തിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പം എനിക്കൊരാളിപ്പോൾ ഒരു വാട്സാപ്പിലൊരു ചിത്രം അയച്ചത് വ്യാജമാണോ ഒന്നും എനിക്കറിയില്ല. ഇപ്പോൾ അയച്ചു തന്നൊരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ KS ഹരിഹരൻ്റെ വീടിന് നേരെ ബോംബേർ എന്ന് പറഞ്ഞ ഒരാളൊരു സ്ക്രീൻഷോട്ട് ഇട്ടു. സത്യമാണോന്ന് എനിക്കറിയാം. കാരണം ഈ ചർച്ചയ്ക്കിടെ ഒരാൾ ഇട്ടിരുന്നത് സത്യമാണോന്നില്ല, ചിലപ്പോൾ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഹരിഹരന് ഒരു നാക്കുപിഴ പറ്റി, അദ്ദേഹം അത് മാപ്പ് പറഞ്ഞു. സത്യമായിരിക്കില്ല. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരാൾ സ്ക്രീൻഷോട്ട് ഇട്ട് തന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറയാൻ കാരണം, അത് സത്യമാണെന്ന രീതിയിൽ പറഞ്ഞ് ചിലപ്പോൾ വ്യാജമാവാൻ സാധ്യതയുണ്ട്. പലതരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വാർത്തകൾ പ്രചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഡിജിറ്റൽ സ്പേസിൽ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ തള്ളിക്കളത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഓരോന്നായി പറഞ്ഞാൽ ഇതിൻ്റെ സാഹചര്യം പരിശോധിച്ചാൽ, അപ്പം അതോടൊപ്പം തന്നെ ഇവിടെ എന്നോട് രാഷ്ട്രീയത്തിൽ ചോദിച്ചു, KK ശൈലജ ടീച്ചറിനെതിരെ മാതൃഭൂമിയുടെ സ്ക്രീൻഷോട്ട്, AP അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശം എന്ന് പറഞ്ഞ് ലെറ്റർ പാട് ഇതൊക്കെ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും കേസെടുക്കണം. ആരാണിത് പ്രചരിപ്പിച്ചതെന്ന് കണ്ടുപിടിച്ച് അത് UDF പ്രവർത്തകരാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കേസെടുക്കണം. ആരിവിടെ തടഞ്ഞു? മുസ്ലിയാരുടെ പേരിൽ UDF സ്ഥാനാർത്ഥി അറിഞ്ഞുകൊണ്ട് ഒരു പ്രചരണവും നടത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാമോ? ഇതിവരുടെ ഒരു CPMന്റെ സ്ഥിരം പരിപാടിയാണ്. AP അബൂബക്കർ മുസ്ലിയാർ അല്ലെങ്കിൽ ഏതെങ്കിലും മത നേതാക്കന്മാരുടെ പേരിൽ ഇത്തരം നോട്ടീസ് തയ്യാറാക്കിയിട്ട് എതിർ സമുദായത്തിലായിരിക്കും പ്രചരിപ്പിക്കുന്നത്. അത്തരം നേരെ അനുഭവങ്ങൾ തിരഞ്ഞെടുപ്പ് സമയത്ത് എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങളുണ്ട്.
ഇത്തരത്തിലുള്ള ഷോട്ടുകൾ പ്രചരിപ്പിച്ചിട്ട് അത് പ്രചരിപ്പിക്കുന്ന എതിർ സമുദായത്തിലായിരിക്കും, മറു പോളറൈസേഷൻ ഉണ്ടാക്കാൻ. ഇപ്പൊ തന്നെ ശ്രീ കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിധി പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? തെരഞ്ഞെടുപ്പ് കേസുമായി ബന്ധപ്പെട്ട് അയ്യപ്പന്റെ പടമുള്ള സ്ലിപ്പ് കൊടുത്തു എന്ന് പറഞ്ഞു. കോടതി ചോദിച്ചൊരു ഇത് കണ്ടവരാരെങ്കിലും വേണ്ടേ? നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടോ? ഇപ്പൊ ഇവര് തന്നെ ഒരു സ്ലിപ്പ് അത്തരത്തിൽ പ്രിന്റ് ചെയ്തു എന്ന രീതിയിലാണ് കോടതി പരാമർശിച്ചത്. എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ഷൻ കേസ് അട്രാക്ട് ചെയ്യത്തക്ക രീതിയിൽ ഭാവിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാലും അയോഗ്യനാക്കത്തക്ക രീതിയിൽ കേസുകൾ ഫ്രെയിം ചെയ്യുക. ഇവിടെ ഷാഫിക്കെതിരെ നടന്ന കോൺസ്പിറസി അത് തന്നെയാണ്. ഷാഫി ജയിക്കുമെന്ന് ഇവർക്ക് ഉറപ്പാണ്. ഇപ്പൊ ഭാവിയിൽ ഒരു തെരഞ്ഞെടുപ്പ് കേസിലുള്ള ഒരു പ്ലോട്ട് സൃഷ്ടിക്കുകയാണ്. ഷാഫി ഇത്തരത്തിൽ വർഗീയ പരാമർശത്തിനെ പിന്തുണച്ചു, ഷാഫിയുടെ കൂടെ നിൽക്കുന്ന ആളിങ്ങനെ നടത്തി. എന്തിനു വേണ്ടി? എന്താ, ഷാഫി ജയിച്ചു കഴിയുമ്പോൾ വർഗീയ പരാമർശം നടത്തി അതിന്റെ ഒരു ഇലക്ഷൻ കേസ് കൊടുക്കുക, തെരഞ്ഞെടുപ്പിനെ തുലാസിൽ നിർത്തുക. ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ അനുകൂലമായി ശ്രീ കെ എസ് ഹരിഹരന്റെ പ്രസ്താവന ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു പ്രസ്താവനയല്ല. അദ്ദേഹം മാപ്പ് പറഞ്ഞത് സ്വാഗതാർഹമായിരുന്നെങ്കിലും ആണെങ്കിലും അത്തരം ഒരു പ്രസ്താവന തന്നെ ഒഴിവാക്കേണ്ട ഔചിത്യം അദ്ദേഹം പ്രകടിപ്പിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം മുൻപ് CPM നേതാക്കന്മാർ പറഞ്ഞ പ്രസ്താവനകൾ എടുത്തു പറഞ്ഞ് അതിനെ ഒരു സമീകരിക്കാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് പരസ്പരം ബാലൻസ് ചെയ്യാനുള്ള ഒരു ശ്രമവും ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു വലിയ ചരിത്രം അവർക്കുണ്ടെങ്കിലും. പിന്നെ ഇവിടെ ഇന്നിപ്പോൾ ചർച്ച ചെയ്ത ഇപ്പം എന്നോട് ചോദിച്ചൊരു ചോദ്യം, അതായത് ഞാൻ ചർച്ച ശ്രദ്ധിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ വടകരയിൽ വർഗീയ പ്രചരണം നടത്തിയതാരാണ്, അല്ലെങ്കിൽ തെറ്റായ പ്രചരണം നടത്തിയതാരാണ്? ഇപ്പോൾ ഒന്ന് ശ്രീമതി KK ശൈലജ ടീച്ചർ പറഞ്ഞു, ഇപ്പോൾ CPM തന്നെ ആരോപിച്ചൊരു കാര്യമാണ് അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചു എന്നുള്ള കാര്യം. അങ്ങനെ ഒരു വീഡിയോ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ പോലീസിന് നൽകി അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അത്തരം ഒരു പ്രതിയെ സംരക്ഷിക്കാൻ ഒരിക്കലും കോൺഗ്രസോ ഐക്യജനാധിപത്യ മുന്നണിയോ രംഗത്ത് വരില്ല. പക്ഷേ ആ പ്രചരണം തുടർന്ന് അതായത് പ്രചരണം ആരംഭിച്ചതിന് ശേഷം ഇത്രയും നാളായിട്ടും അങ്ങനെ ഒരു അറസ്റ്റ് നടന്നതായിട്ട് ഞങ്ങൾക്കാർക്കും അറിയില്ല. അത്തരത്തിലൊരു നടപടിയും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. കേരള പോലീസിന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും അത്തരം ഒരു പ്രചരണം വ്യാജ പ്രചരണമാണോ എന്ന് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട്. രണ്ടാമത്തെ കാര്യം, പിന്നെ കാഫിർ എന്ന രീതിയിൽ പ്രയോഗിച്ചുകൊണ്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുകയുണ്ടായി. ആ സ്ക്രീൻഷോട്ട് ഇട്ടത് ഒരു യൂത്ത് ലീഗ് പ്രവർത്തകനാണ് എന്നായിരുന്നു പ്രചരണം. ആ യൂത്ത് ലീഗ് പ്രവർത്തകൻ ആ ഫോൺ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സറണ്ടർ ചെയ്തു. എന്നിട്ട് താൻ ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു പ്രചരണം നടത്തിയിട്ടില്ല എന്ന് പരാതി നൽകി. ഇതിന് പിന്നിലെ ആളെ കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്താണ് കേരള പോലീസ് ഇതുവരെ എടുത്തിട്ടുള്ള നടപടി? എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? ആരാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിൽ? ആ സ്ക്രീൻഷോട്ടിന് പിന്നിൽ ആരാ? ഞങ്ങൾ ആരോപിക്കുന്നത് CPM നടത്തിയാണെന്നാണ്. അതുകൊണ്ടാണ് യൂത്ത് ലീഗ് പ്രവർത്തകൻ കൃത്യമായി പാർട്ടിയുടെയും മുന്നണിയുടെയും നിർദ്ദേശമനുസരിച്ചിട്ടാണ് ആ ഫോൺ പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്യുകയും അങ്ങനെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പോ പ്രൊഫൈലോ തനിക്കില്ല എന്നും അത് വ്യാജമായി നിർമ്മിച്ചതാണെന്നും ഷാഫി പറമ്പിലിനെ അപകീർത്തിപ്പെടുത്താനും അദ്ദേഹത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കേസ് നടത്താനും വേണ്ടിയുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞതിന് കാരണം അതാണ്. ഈ കേസുകളിലൊന്നും തന്നെ ഇപ്പോൾ ഷാഫിയെ വർഗീയമായി അല്ലെങ്കിൽ വർഗീയ പ്രചരണം നടത്തി എന്ന് ഷാഫിയുടെ മേൽ ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹം അശ്ലീല വീഡിയോയുടെ പ്രചരണത്തിൽ അദ്ദേഹമാണ് എന്നൊക്കെ ആരോപിക്കുന്ന CPMന് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ താല്പര്യമില്ലേ? ഞങ്ങൾ കരുതുന്നത് ഇത് CPM ആസൂത്രിതമായി ചെയ്തതാണെന്നാണ്. അത്തരത്തിലുള്ള പല തരത്തിൽ ഇവരുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മുൻകാലങ്ങളിലെ പല SFI നേതാക്കന്മാരും മാർക്സിസ്റ്റ് പാർട്ടിയുമായി ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള പല നേതാക്കന്മാരും ഇത്തരം പ്രചരണങ്ങളുടെയും തന്ത്രങ്ങളുടെയും ഭൂതകാല ചരിത്രം പലപ്പോഴായി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് വടകരയെ വർഗീയമാക്കാൻ ശ്രമിച്ചത് പരാജയ ഭീതി പൂണ്ട മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പം പാനൂരിൽ ബോംബ് സ്ഫോടനമുണ്ടായി, ഒരാൾ കൊല ചെയ്യപ്പെട്ടു, ഒരാൾ മരണമടഞ്ഞു, ബോംബ് നിർമ്മിച്ചുകൊണ്ടിരുന്ന ഒരാൾ. DYFIയുടെ പ്രവർത്തകരല്ലേ? CPM പറഞ്ഞത് ഞങ്ങൾ DYFIയായിട്ട് ബന്ധമില്ലെന്ന്. എന്തെങ്കിലും അർത്ഥമുണ്ടോ? ടെലിവിഷൻ ചർച്ചകളിൽ പോലും DYFI നേതാക്കന്മാർ വന്നിരിക്കുമ്പോൾ CPMന്റെ യുവജന പ്രസ്ഥാനമാണ് DYFI എന്ന് എല്ലാവർക്കും അറിയുമ്പോഴും പറഞ്ഞ് ഞങ്ങൾക്ക് DYFIയായിട്ട് ബന്ധമില്ലെന്നാ. മരണമടഞ്ഞ ബോംബ് നിർമ്മാണത്തിനിടയിൽ മരണമടഞ്ഞ പാർട്ടി പ്രവർത്തകന്റെ വീട്ടിൽ CPM നേതാക്കന്മാരുടെ കുത്തൊഴുക്കാണ്. അപ്പം അവരുടെ അക്രമ പ്രവർത്തനങ്ങളും ബോംബ് നിർമ്മാണങ്ങളും മൂലമുള്ള ജാള്യത മറച്ചുവെക്കാനും ശൈലജ ടീച്ചറിന്റെ അനിവാര്യമായ പരാജയം ഒഴിവാക്കാനും വേണ്ടിയാണ് ഇത്തരം കുപ്രചരണങ്ങളുമായി രംഗത്തിറങ്ങിയത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ സ്ക്രീൻഷോട്ടിന്റെ കാര്യത്തിൽ എൻ്റെ അറിവിൽ ഈ യൂത്ത് ലീഗ് പ്രവർത്തകൻ ഇങ്ങനെ ഒരു അദ്ദേഹത്തിനെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ അത് നിഷേധിച്ചു. അയാൾ അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഫോൺ സറണ്ടർ ചെയ്തു. കാരണം എന്താണെന്ന് അറിയാമോ? പിന്നീട് അതിൻ്റെ പേരിൽ ആരോപണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഫോൺ സറണ്ടർ ചെയ്ത് ഈ വ്യാജ സ്ക്രീൻഷോട്ടിനെതിരെ പരാതി നൽകിയത്. അപ്പോൾ അത് കൃത്യമായ ധാരണ ഷാഫി പറമ്പിലുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അതിനെ തള്ളിപ്പറഞ്ഞത്. എന്താണ് ഈ ഇവിടുത്തെ പോലീസ് അന്വേഷിച്ച എന്താ പ്രശ്നം? ഒരാളിൻ്റെ പേരിൽ
ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി പ്രചരിപ്പിക്കുക. അയാൾ പറയുന്നത് എന്റേതല്ല, എന്റെ ഫോണല്ല, എനിക്ക് ഇങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല, ഇത് കണ്ടുപിടിച്ചവരെ അറസ്റ്റ് ചെയ്യണം, ഇത് പ്രചരിപ്പിച്ച CPM നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യണം, ഈ സ്ക്രീൻഷോട്ട് ഏത് ഫോണിൽ നിന്നാണോ എന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇന്ന് 16 ദിവസമായി. ഇത്ര ഇന്നെഫിഷ്യന്റ് ആണോ കേരള പോലീസ്? ഇത്ര ഇന്നെഫിഷ്യന്റ് ആണോ കേരള പോലീസ്? ഇവിടെ എറണാകുളത്ത് മോഷണം ഉണ്ടായിട്ട് പിന്നെ 24 മണിക്കൂർ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വ്യാജ സ്ക്രീൻഷോട്ട് കാഫിർ സ്ക്രീൻഷോട്ട് കേസിന്റെ കാര്യത്തിൽ ഇതുവരെ FIR ഇട്ടിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. FIR ഇട്ടിട്ടുണ്ടോ എന്ന് ഞാൻ CPM പ്രതിനിധിയോട് ചോദിച്ചു. അദ്ദേഹത്തിനും അതിൽ ഒരു കൃത്യമായ മറുപടി ആദ്യ റൗണ്ടിൽ നൽകാൻ പറ്റിയിട്ടില്ല. ഇട്ടിട്ടില്ല എന്നാണ് ഞാൻ മാധ്യമപ്രവർത്തകരുടെ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്. ഇതിനകത്ത് ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പറയൂ ലിജു. പോലീസ് ഞാൻ പൂർത്തീകരിച്ചില്ല. അപ്പോൾ ഇത് ഇവർ FIR ഇട്ടില്ലെങ്കിൽ എന്റെ അറിവനുസരിച്ച് UDF ഇത് കോടതിയെ സമീപിക്കും ഈ കേസ് അന്വേഷിക്കാൻ. ഇതിൽ FIR ഇടാൻ വേണ്ടി കോടതിയെ സമീപിക്കുമെന്നാണ് എനിക്ക് കൃത്യം മനസ്സിലായത്. ഇപ്പൊ കേരള പോലീസ് ഞാൻ ശ്രീ NP ചെക്കുട്ടിലേക്ക് കൂടെ ഒന്ന് പോയിട്ട് താങ്കളിലേക്ക് വരാം. ശരി, ഒരു ചോദ്യം കൂടി ലിജുവിനോട് ചോദിച്ചത് ഈ റൗണ്ടിൽ തന്നെ ചോദിച്ചത് അവിടെ ബാക്കി കിടപ്പുണ്ട്. ആ ഹരിഹരൻ പ്രസ്താവന കേട്ട് കൈയടിച്ചത് ഒന്നുകൂടെ ഒരു കാര്യം കൂടി ലിജു പറയുന്ന ഞാൻ അതും പറയാം. ഞാൻ അത് ആദ്യം ചോദിച്ച കാര്യത്തിന് മറുപടി പറഞ്ഞ് ഇതുകൂടെ പറയാം എന്നാണ് ഞാൻ കരുതുന്നത്. ഒരിക്കലും UDFന്റെ ഒരു നേതാവോ പ്രവർത്തകനോ ഇത്തരമൊരു പ്രസ്താവന അംഗീകരിക്കുന്നില്ല. പക്ഷെ നമുക്കറിയാം, ഒരു ആൾക്കൂട്ടം ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിലോ അല്ലെങ്കിൽ പൊതുയോഗത്തിലോ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളും പൊളിറ്റിക്കലി കറക്റ്റ് ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്കറിയാം, നമ്മുടെ സാധാരണ നേതാക്കന്മാർ പോലും, എല്ലാ പാർട്ടിയിൽപ്പെട്ട നേതാക്കന്മാർ പോലും ഇത്തരം പരാമർശങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തരല്ല. ചിലർ പറയാറുണ്ട് ആണത്തമാണ്, പൗരുഷമാണ്, നട്ടലുള്ള ആൺകുട്ടി എന്നൊക്കെയുള്ള പ്രവർത്തനങ്ങൾ പറയാറുണ്ട്. നപുംസകങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന പ്രസംഗങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്താറുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ നടത്താറുണ്ട്. തൊഴിലിനെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കാറുണ്ട്. അതൊന്നും പൂർണ്ണമായും അതൊരിക്കലും ശരിയായ കാര്യമല്ല. പക്ഷേ എല്ലാവരും 100% പൊളിറ്റിക്കലി കറക്റ്റ് അല്ലല്ലോ. അത്തരമൊരു പ്രസംഗം നടത്തുമ്പോൾ നമുക്കറിയാം, വേദി കണ്ടാൽ തന്നെ ഒരാൾക്ക് മാത്രമേ പ്രസംഗിക്കാൻ കഴിയൂ, ബാക്കി മുഴുവൻ ആളുകളും താഴെയാണ് ഇരിക്കുന്നത്. സ്റ്റേജിൽ ഒരാൾക്ക് മാത്രം പ്രസംഗിക്കാനുള്ളൊരു പീഠം. അവിടെ നിന്നാണ് K. സുരേന്ദ്രൻ പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ അതിലെ അതിലെ ആക്ഷേപഹാസ്യം അല്ലെങ്കിൽ അതിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് മനസ്സിലാക്കാത്ത കൈയടിച്ച നിരവധി UDF പ്രവർത്തകരുണ്ട്. ഞാനത് അംഗീകരിക്കുന്ന കാര്യമല്ലേ? തെറ്റാണത്. അത് രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാണ്. ഇപ്പൊ CPMന്റെ വേദികളിൽ MM മണിയുടെ പ്രസംഗം കേട്ട് ആർത്ത് ചിലിക്കുന്ന അട്ടഹസിക്കുന്ന നേതാക്കന്മാരില്ലേ? വിജയരാഘവന്റെ പ്രസംഗം കേട്ടിട്ട് അതാരും തിരുത്താൻ പോലും തയ്യാറായോ? ഇപ്പൊ വിജയരാഘവന്റെ മണിയൊക്കെ പറഞ്ഞ ഭാഷ എന്താണ്? മറ്റേ പണി എന്നൊക്കെ പറയുമ്പോൾ ആയിരക്കണക്കിന് ആളുകളല്ലേ ആർത്തിരമ്പുന്നത്? കേരളത്തിലെ CPMന്റെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രാഷ്ട്രീയ പ്രസംഗിൽ ഒരാളല്ലേ MM മണി? പൊളിറ്റിക്കലി കറക്റ്റ് ആണോ? സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ, താങ്കൾ നിഷേധിക്കുന്നുണ്ട്. ഇനി അക്കാര്യത്തിലുള്ള കറക്റ്റ്നസിനെ പറ്റിയുള്ള ചോദ്യമില്ല. താങ്കൾ അത് മനസ്സിലാക്കുകയും അത് തെറ്റാണെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. ശരി, ഞാൻ വരാം അടുത്ത റൗണ്ടിൽ. ആണോ ഇന്ന് 6% തെറ്റാണ്. ശരി ലിജു, ഞാൻ വരാം.